ഒരു ആണിനും പെണ്ണിനും ഒരുമിച്ച് ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ലേ? ഇനി അത് അവർ സീരിയൽ താരങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അത് തെറ്റാണോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരുമോ? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താലേ നമ്മുടെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഏകദേശം 3000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പേർക്ക് മാത്രമാണ് എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് ഈ സിനി ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് അറിയോ? നിങ്ങൾ ആ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ കോണ്ടന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ. കുറച്ച് നാൾ കൊണ്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ സിനി ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ കോണ്ടന്റ്സ് എന്ന് പറയുന്നത് സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ, അവരുടെ വാർത്തകൾ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. പക്ഷേ ഈ വാർത്തകൾ എന്ന് പറയുന്നത് ഇവരുടെ സ്വയം സൃഷ്ടികളായിട്ടുള്ള വാർത്തകളാണ്. കുറച്ച് വാർത്തകൾ ഞാനവിടെ വയ്ക്കാം. ഇവരുടെ ചാനലിൽ വന്ന കുറച്ച് കോണ്ടന്റ്സ് ഞാനവിടെ വയ്ക്കാം. മമ്മൂട്ടി അസുഖത്തെ വല്ലാതെ ഭയക്കുന്ന വ്യക്തിത്വം എന്ന് അവരുടെ ഹെഡിങ്സ് ഇങ്ങനെയാണ് പോകുന്നത്. വിഡ്ഢി ദിനത്തിലെ വിവാഹം കുത്തിപ്പൊക്കി അടുത്തത്, മേഘയെ ഓർത്ത് ഹൃദയം നുറുങ്ങി അമ്മ, അങ്ങനെ പോകുന്നൊരു വാർത്ത. നടി ഉർവശിയുടെ 17-ാം വയസ്സിലെ മകനെക്കുറിച്ചുള്ള എന്ന് പറഞ്ഞു പോകുന്നൊരു വാർത്ത. കലാഭവൻ മണിയുടെ മകളുടെ ആ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞൊരു വാർത്ത. അപ്പം ഇത്തരത്തിലാണ് ഇവരുടെ വാർത്തകൾ പോകുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ ഒരു സബ്ജക്റ്റാക്കി മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതിനകത്തൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: നെറുകയിൽ സിന്ദൂരം അണിഞ്ഞ് സ്വാതി, ചേർത്ത് നിർത്തി വിഷ്ണു. ഈ സ്വാതി ആരാണെന്ന് മലയാള സീരിയൽ കാണുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാമായിരിക്കും. സ്വാതി നിത്യാനന്ദ, അതായത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന സൂര്യ ടി വിയിൽ പോകുന്ന സീരിയലിലെ നായികയാണ് സ്വാതി. സ്വാതി കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ സ്വാതിയുടെ സുഹൃത്തായ വിഷ്ണുവിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഒരു ക്യാമറമാനാണ്. അപ്പോൾ വിഷ്ണുവുമായിട്ട് സ്വാതി ഒരു ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ സുഹൃത്തുമായിട്ട് പുറത്തു പോകുന്നത് ഇതൊന്നും തെറ്റായ കാര്യമൊന്നും അല്ല. പക്ഷേ ഈ ചാനലിൽ പറയുന്നത് സ്വാതി വിഷ്ണുവിനെ കല്യാണം കഴിച്ചു. ഒരു ഫേക്ക് ന്യൂസ് ഇവരുടേതായിട്ടുള്ള ഒരു ഭാവനയിൽ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ എന്തായാലും ആ ന്യൂസ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഞാനത് ഫുള്ള് കേൾപ്പിക്കുന്നില്ല, കാരണം അങ്ങനെ കേൾപ്പിച്ചാൽ ഇവരും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതായി പോകും. അതുകൊണ്ട് ഞാൻ ആ ന്യൂസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം, ഒന്ന് കേട്ട് നോക്കുക. ഭ്രമണം എന്ന ഒരൊറ്റ സീരിയലിലൂടെ ഹരിതയായി പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സ്വാതി നിത്യാനന്ദ്. 2020 കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഞാനൊന്ന് വെക്കുന്നതേ ഉള്ളൂ. കാരണം ബാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗോസിപ്പ് പറയുന്ന പോലെയാണ് ഇവരുടെ സംസാര ശൈലി എന്ന് പറയുന്നത്. അതായത് സ്വാതിയുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്, അത് ഡിവോഴ്സ് ആയതാണ്, അതിനുശേഷം സ്വാതി വിഷ്ണുവിനെ കല്യാണം കഴിച്ചു, അതാണ് നിങ്ങൾ കാണുന്ന അമ്പലത്തിലെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ, ഇതുപോലെയാണ് ഇവരുടെ ഓരോ വാർത്തകളും. ആ വാർത്തയിൽ യാതൊരു അടിസ്ഥാനവും ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ വാർത്ത കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കൊന്നും അയ്യോ ഇത് സത്യമാണ്. സിനിമ സീരിയൽ മേഖലയിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ഒരു മാരേജ് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു മാരേജ് ലൈഫിലേക്ക് പോകുന്നത് സാധാരണയാണ്. പക്ഷേ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ അങ്ങനെ ഒരു വാർത്തയാകുമ്പോൾ ആൾക്കാരെ മുഴുവൻ ഈ ആർട്ടിസ്റ്റിനെതിരെ തിരിയും. അതിന്റെ കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു എന്നൊക്കെയുള്ള ലെവലിൽ കമന്റുകൾ പോകും. അപ്പോൾ ഇവർക്ക് അതെല്ലാം ക്ലിക്ക് ബൈറ്റുകളാണ്. വളരെ മോശമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇവർ ഈ ചാനലിൽ കൂടി പടച്ചുവിടുന്നത്. അത് ഏറ്റവും വലിയ വിരോധാഭാസം ഇത് ചെയ്യുന്നത് ഒരു സ്ത്രീയാണെന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ തന്നെയാണ് ശത്രു എന്ന് പറയുന്ന പോലെ ഒരു കഴമ്പില്ലാത്ത വാർത്തകളാണ് ഇവരുടെ ചാനലിൽ കൂടി പടച്ചുവിടുന്നത്. എന്തുകൊണ്ട് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്വാതി തന്നെ ഇവരുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. കമന്റ് ഇങ്ങനെയാണ്: നീയാണോ എൻ്റെ മാരേജ് നടത്തിയത്? ഞാൻ മാരേജ് ചെയ്താൽ അത് പബ്ലിക്കായി പോസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയാം. നിന്റെ മഞ്ഞപത്രത്തിന്റെ ആവശ്യമില്ല. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് വിറ്റ് കാശുണ്ടാക്കി ജീവിക്കാൻ നാണമില്ലേ? കുറെ മീഡിയാസ് ഇറങ്ങിയിട്ടുണ്ട്. നീയൊക്കെ എന്ത് തെമ്മാടിത്തരം എഴുതി വിട്ടാലും അത് വായിച്ച് മിണ്ടാതെ ഇരിക്കുമെന്ന് കരുതിയോ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കോൺടാക്ട് മീ ഡയറക്ട്ലി. നിനക്ക് മറുപടി ഞാൻ തരാം. പണിയെടുത്ത് ജീവിക്കണം. ഇതാണ് സ്വാതി കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. എക്സലന്റ് മറുപടിയായിരുന്നു. കാരണം ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പടച്ചുവിടുന്നവർക്ക് മറുപടി ഇങ്ങനെ കൊടുത്താൽ പോരാ. ശരിക്കും ഇത് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യാണ് വേണ്ടത്. ഒരു ആണിനും പെണ്ണിനും ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ പാടില്ലേ? ഇനി അത് അവർ സീരിയൽ താരങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അത് തെറ്റാണോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരുമോ? ഇവർ നല്ല സുഹൃത്തുക്കളാണ്. ഇനി ഇവർ നാളെ കല്യാണം കഴിച്ചാലും ആർക്കാണ് പ്രശ്നം? അവർ അമ്പലത്തിൽ പോയതാണ് ഇപ്പോൾ കുഴപ്പമായത്. ഈ വാർത്ത വന്നതിന് ശേഷം പല ചാനലുകളും ഇതൊരു വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാതിയുടെ തന്നെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അർജന്റ് എന്ന് പറഞ്ഞിട്ട്. ദിസ് ഇസ് നോട്ട് മൈ മാരേജ് പിക്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഇൻ മൈ ഒഫീഷ്യൽ അക്കൗണ്ട്. പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് ഫേക്ക് ഓൺലൈൻ മീഡിയാസ്. ദിസ് മാരേജ് ന്യൂസ് ഈസ് ഫേക്ക്. സോ ആ വാർത്ത അട്ടർ ഫേക്ക് ആണെന്നാണ് സ്വാതി പറയുന്നത്. അപ്പം ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്ന സോ കോൾഡ് മഞ്ഞ ചാനലുകളോട്
ഇങ്ങനെ പെരുമാറിയാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീയാണ് ഈ വാർത്ത പറയുന്നത്. അവർക്ക് എന്തറിയാമായിട്ടാണ് അതിനകത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ആ വാർത്ത ഫുള്ള് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവർ കൂടെ നിന്നിട്ടാണ് ഈ കല്യാണം നടത്തി കൊടുത്തെന്ന് തോന്നും. അതൊരു ജെന്യൂൻ ന്യൂസ് പോലെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ യാതൊരു ജെന്യൂനിറ്റി ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത്. മേഘ മിഴിരണ്ടിലും എന്ന് പറയുന്ന സീരിയൽ, അതിലെ നായികയുടെ കാര്യം, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ആ കുട്ടി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് ഇവര്? ഇതുപോലെ ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്ന സോക്കോൾഡ് മഞ്ഞ ചാനലുകളോട് ശരിക്കും അവർക്കെതിരെ കേസ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്വാതി ഇവിടെ കമന്റിലൂടെ മറുപടി കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ സ്വാതി വിഷ്ണു എന്താണെന്നോ അല്ലെങ്കിൽ അവർ ഏത് തരം റിലേഷൻ ആണെന്നോ അവർ സുഹൃത്തുക്കളാണെന്നോ ഇതൊന്നും നോക്കാതെ ഒരു ഫോട്ടോ കണ്ടു. ഫോട്ടോ കണ്ടപ്പോൾ പിന്നെ നെറ്റിയിൽ സിന്ദൂരം കണ്ടപ്പോഴേക്കും കല്യാണം കഴിച്ചതായി. ലേശം എളുപ്പമാവാം, ലേശം ഒരല്പം മര്യാദയാവും ഒരു വാർത്ത പടച്ചുവിടുമ്പോൾ. കാരണം ഇവരുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 1.7 മില്യൺ ആണ്. ഇവരുടെ ഈ പറയുന്ന വീഡിയോ തന്നെ കണ്ടിരിക്കുന്നത് 54,509 പേരാണ്. ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് 54,509 പേരാണ് ഈ വീഡിയോ കണ്ടേക്കുന്നത്. അപ്പോൾ അത്രയും പേരിൽ എത്ര പേര് ഇത് വിശ്വസിച്ചിട്ടുണ്ടാവും? ഇനി സ്വാതിയുടെ ഫാമിലിക്ക് എത്രമാത്രം അഫക്റ്റഡ് ആയിട്ടുണ്ടാവും? വിഷ്ണുവിന്റെ ഫാമിലിക്ക് എത്രമാത്രം അഫക്റ്റഡ് ആയിട്ടുണ്ടാവും? അപ്പോൾ ഒരു വാർത്ത പടച്ചു വിടുമ്പോഴേക്കും അതിനകത്ത് എന്തെങ്കിലും 1% സത്യസന്ധമായിട്ടുള്ള വാർത്തകളായിരിക്കണമെന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തകരാകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ സിനി ലൈഫ് ഗോസിപ്പ് ചാനൽ എന്ന് പറഞ്ഞിടണം. സിനിമാ താരങ്ങളുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന ചാനൽ എന്നാണ് വൈപ്പ്. പക്ഷേ പറയുന്ന മുഴുവൻ ശുദ്ധ പോക്രിത്തരമാണ്. ഇതിന്റെ വോയിസ് ഓവർ കൊടുക്കുന്ന ലേഡിക്ക് അല്പമെങ്കിലും ഉളുപ്പ് ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.